അമ്മേ നാരായണ, ദേവി നാരായണ. അമ്മയുടെ അനുഗ്രഹമുള്ളവരിലേക്ക് മാത്രമേ ഈ വീഡിയോ എത്തുകയുള്ളൂ. അമ്മയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാനും ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ കണ്ണിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കാണുകയും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുകയും ചെയ്യുക. ഇത് ചെയ്തവർക്കെല്ലാം പൂർണ്ണമായും റിസൾട്ട് ലഭിച്ചിരിക്കുന്ന ഒരു കർമ്മമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തത്ര മാറ്റങ്ങളും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും അഭിവൃദ്ധിയും ലഭിക്കുന്നതായിരിക്കും. അത്രയും ശക്തിയേറിയ ഒരു പ്രധാന പുഷ്പാഞ്ജലിയാണിത്. ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിലാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ നിങ്ങൾക്കിത് ചെയ്യാം. ഇത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നിങ്ങൾക്കിത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യാവുന്നതാണ്. തുടർച്ചയായ വെള്ളിയാഴ്ചയോ തുടർച്ചയായ ചൊവ്വാഴ്ചയോ ഈ ഒരു പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ചെയ്യാം. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എത്ര വലിയ ദരിദ്രനാണെങ്കിലും സാമ്പത്തികമായി വിഷമിക്കുന്നതാണെങ്കിലും ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സാമ്പത്തികമായും തീർച്ചയായും മാറ്റമുണ്ടാകുന്നതാണ്. അത്രയ്ക്ക് ശക്തമായ പുഷ്പാഞ്ജലിയാണിത്. ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചുവന്ന പുഷ്പങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മയെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാരെയും അമ്മ കൈവിടില്ല. ഭദ്രകാളിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ചുവന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് പൂർണ്ണമായും ചെയ്യും. നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസം അമ്മയിൽ പൂർണ്ണമായി അർപ്പിക്കുക. ഇനി ചെയ്യേണ്ട പുഷ്പാഞ്ജലിയുടെ പേര് പറയാം. ത്രിശതി പുഷ്പാഞ്ജലി. അതീവ രഹസ്യമായി വെച്ചിരിക്കുന്ന ഈ പുഷ്പാഞ്ജലി നിങ്ങൾ അമ്മയുടെ സന്നിധിയിൽ പോയി ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. അമ്മേ നാരായണ, ദേവി നാരായണ.